അവയെ ഷെൽട്ടർ ഹോമുകളിലേക്കാണ് മാറ്റാറുള്ളത്. എന്നാൽ രഞ്ജിത്ത് നടത്തിയ നിരന്തരമായ പരിശ്രമത്തിനൊടുവിൽ ഡിപ്പാർട്ട്മെന്റ് പ്രത്യേക അനുമതി നൽകി. തൊടുപുഴയിലെ രഞ്ജിത്തിന്റെ വീട്ടിലെത്തിയ ബ്രൂസ് ഒരു വിരുന്നുകാരിയല്ല, മറിച്ച് ആ കുടുംബത്തിലെ ഒരംഗമാണ്. രഞ്ജിത്തിന്റെ മാതാപിതാക്കളും ഭാര്യയും മക്കളും ഒരുപോലെ ബ്രൂസിനെ നെഞ്ചിലേറ്റി കഴിഞ്ഞു. മനുഷ്യനും മൃഗവും തമ്മിലുള്ള സ്നേഹത്തിന് ഭാഷയുടെയോ നിയമങ്ങളുടെയോ അതിർവരമ്പുകളില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത്ത് മോഹൻ. കാക്കിയഴിച്ച ബ്രൂസിന് ഇനി സ്നേഹത്തിന്റെയും കരുതലിന്റെയും വിശ്രമകാലം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ലണ്ടൻ ശ്രീ ഗുരുവായൂരപ്പ സേവാ സംഘവും മോഹൻജി ഫൗണ്ടേഷനും ചേർന്ന് സംഘടിപ്പിച്ച 13ാമത് ലണ്ടൻ ശിവരാത്രി നൃത്തോത്സവത്തിന് ഭക്തിനിർഭരമായി സമാപനമായി. 2026 ഫെബ്രുവരി 28 ശനിയാഴ്ച വൈകിട്ട് ത്രോൺഹീത്തിലുള്ള വെസ്റ്റ് റോത്തൻ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ചാണ് ശിവരാത്രി നൃത്തോത്സവ ചടങ്ങുകൾ അരങ്ങേറിയത്. മന്ത്ര അക്കാദമി ഓഫ് പെർഫോമിംഗ് ആർട്ടിസ്റ്റിന്റെ സ്ഥാപകയും കലാനിർദ്ദേശകയുമായ ആശാ ഉണ്ണിത്താൻ നൃത്തോത്സവത്തിന് നേതൃത്വം നൽകി. 5ാം വയസ്സിൽ നൃത്തം ആരംഭിച്ച ആശാ ഉണ്ണിത്താൻ 10 വർഷത്തിലധികമായി നൃത്തം കോറിയോഗ്രാഫ് ചെയ്യുകയും അധ്യാപനം നടത്തുകയും ചെയ്യുന്നുണ്ട്. ദീപാരാധനയോടുകൂടി ലണ്ടൻ ശിവരാത്രി നൃത്തോത്സവം സമാപിച്ചു. ശിവരാത്രി നൃത്തോത്സവ ചടങ്ങുകളിൽ പങ്കെടുത്ത എല്ലാവർക്കും ശ്രീ ലണ്ടൻ ഗുരുവായൂരപ്പ സേവാ സമിതി നന്ദി അറിയിച്ചു. ഭാരതത്തിന്റെ സംഗീതം ആത്മീയമായ യാത്രയാണ് എന്നും അതിന് വലിയ പൈതൃകമുണ്ടെന്നും ഇന്ത്യൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ത്യാഗരാജന്റെയും താൻസന്റെയും MS സുബ്ബലക്ഷ്മിയുടെയും സംഗീത ചരിത്രം നമുക്കുണ്ട്. സംഗീതവും ധ്യാനവും ജാതിമത ഭേദമന്യേ എല്ലാവരും ഒന്നിപ്പിക്കുന്നുവെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. പരിസ്ഥിതി സൗഹൃദ സംഗീത ക്യാമ്പസായ ചേതന ഗാനാശ്രമത്തിന്റെ ശിലാസ്ഥാപനം തൃശൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂരിലെ ദേവമാതാ CMI പബ്ലിക് സ്കൂളിൽ നടന്ന ചടങ്ങിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. മ്യൂസിക് തെറാപ്പിയുടെയും മ്യൂസിക് മെഡിറ്റേഷന്റെയും സാധ്യതകൾ ലക്ഷ്യമിട്ടാണ് ചേതന ഗാനാശ്രമം വിഭാവനം ചെയ്തിരിക്കുന്നത്.